കേരളം കാത്തിരിക്കുന്ന ചരിത്ര നിമിഷത്തിലേക്ക് സർക്കാരിന്റെ വാഗ്ദാനമായ പ്രിയദർശിനി സൗജന്യ യാത്ര ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രാവർത്തികമായിരിക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി പ്രകാരമുള്ള പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന ഈ സ്വപ്ന പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കിയിരിക്കുന്നു. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇവിടെ ഈ വേദിയിൽ നിർവഹിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, ബഹുമാന്യയായ മന്ത്രി ശ്രീമതി K. തുളസി, മുൻ സ്പീക്കറും മന്ത്രിയും കൂടിയായ ട്രാൻസ്പോർട്ട് മന്ത്രിയും കൂടിയായ ശ്രീ N. ശക്തൻ, ചീഫ് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, KSRTC MD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെ, നമ്മുടെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, KSRTC ജീവനക്കാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ ജോൺ KSRTCയുടെ ചരിത്രത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇന്നിവിടെ ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദി കൂടി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. 110 വർഷം മുമ്പാണ് ഇവിടെ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ആദ്യത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. 1965-ലാണ് KSRTC ജനകീയ മന്ത്രിസഭയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസ് ആരംഭിച്ചത്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രിയദർശിനി പദ്ധതി ഈ സർക്കാർ നടപ്പാക്കുന്നത്.